ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഒരാൾ വണ്ടിന്റെ ബാക്കിൽ കുറെ നേരം ഒരു ഹോൺ അടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇയാളെ കണ്ടാൽ RT ഓഫീസിൽ പിടിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. ഇതാ ഇപ്പൊ വരും, മുന്നിലേക്ക് ഇപ്പൊ വരും. മുന്നിൽ കുളിച്ചാ സൽമാനെ, മുന്നിക്കുളി. ഇതാണ് വ്യക്തി. അറിയണോലുണ്ടെങ്കിൽ ആ വണ്ടിമ തട്ടിയോ? എന്തിനാ ഞങ്ങള് പിന്നാലെ വരുന്ന വണ്ടിയില്ല? ഞങ്ങള് വണ്ടിന് പിന്നാലെ എന്തിനാ വരുന്ന നിങ്ങള്? സാറ് ആരെ വേൾഡ് കപ്പ് അടിക്ക? ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നേരോട്ടോ മുക്കട്ടേക്ക് അതിലോട്ടോ. അല്ല ഹഫീഫ, ഇതിലെടുത്തോ അല്ല ലോറി വരുന്നുണ്ട്. അപ്പൊ ബ്ലോക്ക് ആവും കരുതി. ലോറിനെ കണ്ട ഫൈലെടുക്കാൻ പറ്റാതെ ഇതിലെടുത്തു. ഈ വണ്ടി ഇങ്ങനെ പോണ് ക്ലീൻ സ്പെക്ക് ഇട്ടാ. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇത് ഏതാ വണ്ടി? അല്ല ഡിസയർ, പക്ഷെ പുതിയ ഡിസയറോ? അല്ല അത് ഏത് ഡിസയറാ? ബെൻസിന്റെ ലൈറ്റാ വെച്ചോ നിങ്ങക്ക്? ഏത് ഇയാളുടെ അടുത്തുള്ള ഡിസയറോ? അതോ? ഓ ഭയങ്കര ലുക്ക്, പക്ഷേ ഭയങ്കര സ്ക്രീൻ പ്രസൻസ്. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാല്, ഇക്കു ഒരു വലിയൊരു പ്രതിസന്ധി കൂടെയാണ് കടന്നു പോണത്. അപ്പൊ നമ്മള് ഓഡിയൻസിന്റെ ഇടയിൽ ഇപ്പൊ അടുത്ത് പിരിവ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. QR കോഡായിട്ട് ഞങ്ങളെല്ലാരും QR കോഡും ഫ്ലക്സ് ബോർഡൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ബക്കറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഇൻഷാല്ലാ നിങ്ങളുടെ ഇടയിൽ കൂടെ ഇറങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇക്കുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇക്കു ഹോസ്പിറ്റലിലായിട്ടുണ്ട്. നമ്മൾ ഈ വളരെ നമ്മുടെ അടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്ററിലാണ് അഭയം പ്രാപിച്ചിരിക്കണമെന്നാണ് കേട്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അതായത് ഇന്ന് ജുമയൊക്കെ കഴിഞ്ഞ്, വെള്ളിയാഴ്ച ജുമയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ചു നേരം മിനിമിലിറ്റിയെ കളിക്കണ്ടല്ലേ? മിനിമിലിറ്റിയെ കളിച്ച് കഴിഞ്ഞിട്ട് വണ്ടി റൈസാക്കി പോണതുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ വിഷയം, നമ്മളിപ്പോ ഗെയിമിൽ തോറ്റതാണ്. കാരണം 2 ഗെയിമിൽ അടുപ്പിച്ച് തോറ്റു. അപ്പൊ അതിന്റെ ഒരു അമർഷം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണോ എന്താ മനസ്സിലാക്കാത്ത. ഈച്ചുവിനെ കൂട്ടുപിടിച്ചിട്ടാണ് പോയിക്കണത്. അപ്പം ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞാന്ന് വെച്ചാൽ മുക്കട്ട എവിടെ നിൽക്കണത്? ഫിസിയോതെറാപ്പിയില് ഫിസിയോതെറാപ്പിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മള് മുക്കട്ട പോയിട്ട് എന്താണ് ഇക്കുന്റെ സ്ഥിതിഗതികൾ, വിവരങ്ങൾ, എന്താണ് ഇക്കോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനുള്ളൊരു ഫിസിയോതെറാപ്പിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ആകെ പോയിക്കുന്നു. ലൈറ്റ് ഉണ്ട് ചേച്ചിയെ? താങ്ക് യു. അപ്പൊ നമ്മളെ സുഹൃത്തിന് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്തിനായിരുന്നു ഗോവിന്ദസ്വാമിയെ പിടികൂടിയ ദൃശ്യങ്ങളാണ് ഇപ്പൊ കാണുന്നത്. അല്ല നബീലെ, എന്തിനാ ഓടിയത്? അപ്പൊ നബീല് ഫുള്ള് കളിച്ചല്ലേ കാലൊക്കെ പ്രഷറായി. അത് മസിലുകൾ ഇതാവണ്ടേ ഇളകുന്നുണ്ട് ബ്രോ. അപ്പൊ നബീലിന്റെ ഊരക്ക് ചെറിയ ഉണ്ടല്ലോ. ഊരക്കും കാലിനും ഒരു ഫിറ്റിങ് വെച്ചിട്ടുണ്ടോ? മൂട്ടിലേക്കാണ് ഇതിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ പോണത്. മസിൽ ജനറേറ്റ് ചെയ്യും. ട്രൗസർ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ലിനന്റെ ട്രൗസറാ. വേണ്ടട്ടോ, വെറുതെ നബിലെ
എന്താണ് നമ്മൾ നേരിടുന്ന ഇതാണ് ബ്ലോഗ് ഓണായപ്പോഴേ ഇതാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനൊരു പരിപാടിക്ക് നിൽക്കാത്തത്. ടോർച്ചെടുത്ത് ചന്തിമക്കണ്ണ അടിച്ചു കൊടുക്കാം. ഇതെന്തോ ആവണില്ലല്ലോ, സ്പീഡ് കൂട്ടിക്കണോ? അപ്പൊ എല്ലാവരും നബീലിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക. അതെ, കാര്യത്തിലാണ്. ചെറിയ എനിക്ക് വേണ്ടി വേണ്ട ആൾക്കാരെ ജനങ്ങളെ പ്രാർത്ഥന എല്ലാരും പ്രാർത്ഥിക്കും. അസുഖം മാറാൻ എല്ലാരും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിന്റെ QR വെച്ചാ നബീൽ ഫിസിയോതെറാപ്പി ഫണ്ട് ശേഖരണം. അല്ല, ഫോൺ നമ്പർ ഇല്ലല്ലോ. UPI മറക്ക്. ഇതാ നബീൽ, ഇത് മാറ്റ്, അപ്പൊ ചില്ലറ വരുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ നബീൽ ഫിസിയോതെറാപ്പി ധനശേഖരണാർത്ഥം ഉള്ള ഫണ്ട് പിരിവാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, വ്ളോഗ് കാണുമ്പോൾ തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ടിലേക്ക് നിങ്ങളാലാവുന്നത് എന്തെങ്കിലും തന്നിട്ട് ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്ന നബീലിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് നമ്മൾ. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. എന്താ അറിയോ, വലിയ പ്രശ്നം എന്താ പറയുക, അത് ഞങ്ങൾ പെരന്ന് മാറ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഒരേ റൂട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് 1 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. 1 കിലോമീറ്റർ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഫിസിയോതെറാപ്പി. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെരുപ്പ് കിട്ടുമ്പോൾ ഒറ്റ പോക്ക്. എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് നബീൽ വരുന്നില്ല. എന്നിട്ടിപ്പോൾ ഞങ്ങൾ തന്നെ വരേണ്ട അവസ്ഥയായി ആശുപത്രിയിലേക്ക്. അപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഈശു നോക്കൂലേ? എത്ര നേരമുണ്ട്? ബൈസ്റ്റാൻഡേഴ്സും ആണോ? ഇത് പെട്ടെന്ന് മാറൂലേ ചേച്ചിയെ? പെട്ടെന്ന് മാറൂലേ? ശരിക്കും നല്ല പരിക്കുണ്ടോ? സ്വിമ്മിംഗ് പൂളിക്കില്ലേ തവളാച്ചിനെ പോലെ ചാടിയതാ. അതായത് സാധാ മനുഷ്യന്മാർ ഇങ്ങനല്ല ചാടുക, 2 കാല് പൊക്കിയിട്ട് കറങ്ങിയിട്ട് ചാടിയതാ. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെയൊക്കെയാണ് ഊരതായിട്ട് വണ്ടി കയറിയ തവള റോട്ടില്. അതേമാതിരി ആദ്യം പറ്റിയത് ചോദിച്ചിട്ട് എന്താ പറ്റിയത്, അപ്പൊ ഡിസ്ക് ബൾജാന്നൊക്കെ പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടിയും പറഞ്ഞില്ല. കളിച്ചതാണോ വീണതാണോ ഒക്കെ ചോദിച്ചിട്ട് വെറുതെ പറയണോ? അല്ലല്ലോ, കാല് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് W പോലാക്കി കാല്, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയതാ. ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒറ്റ ചാട്ടം. കാലിറങ്ങില്ല സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ അന്ന് ഇവിടെ ഇനി വേദന. അത് പിന്നെ ഇവിടെ എത്തി ഇപ്പൊ ഇവിടെ എത്തി. ഇനി ഇതിലാണ് പോകും വിചാരിക്കണേ. ഒഴിഞ്ഞു പോണം. അല്ല, ഇതുവരെ എത്തിയ വേദനക്ക് എന്താ ഇതിലാണ് പോയാല് മടമ്പൊക്കെ ഇറങ്ങും. എന്ത് വേദന ചേച്ചി? ഇറങ്ങി വരുന്ന വേദന. കടന്നില്ല, അതേമാതിരി കടന്നു പായ പറ്റൂല. ഓനെ കടത്ത കണ്ടാ മേക്കെന്ന് വിചാരിക്കും, സങ്കടം കൊണ്ട് കിടക്കുകയാണ്. മുന്നിൽ തിരിച്ചു പാവന്റെ ബിരുക്കു കരയുമ്പോ നിങ്ങള് ചിരിക്കാന്നൊക്കെ പറയും. കാണിച്ചെടുത്തില്ലെങ്കിൽ
അപ്പൊ 1 2 3 5 6 കേബിളാണ് ഇട്ടിക്കണ കേട്ടോ. ഡയറക്റ്റ് നരമ്പുമ്പക്കാണ് ഇട്ടിക്കണെന്ന് തോന്നുന്നത്. സ്പൈനൽ കോഡ് മക്കളുടെ ഫിസിക്കൽ ഹിൻലെസ് ആണ് ഇട്ടിക്കണത്. നിങ്ങൾക്ക് തളർച്ച സംഭവിക്കുമ്പോഴും വളർച്ച സംഭവിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഹിൻലെസ് ക്രിയേറ്റീവ് സ്റ്റുഡിയോ. നബീൽ ഇതെന്താ ഓക്സ് കേബിളോ? ഇത് മറ്റേ പഴയ ടീം ഉണ്ടാകുമ്പോൾ കേബിളല്ലേ? ചൊമ്പും മഞ്ഞി ഫിസിയോതെറാപ്പി ചില്ലറ പണിയല്ല കേട്ടോ. വയറിംഗ് പറയണം, കൊറേ ആദ്യം ഒരു വയറിംഗ് പേശികളെ ക്ലാസ് കുറിച്ച് പറയണം, പിന്നെ വയറിംഗ് പറയണം. എന്നാലേ ഫിസിയോതെറാപ്പി ക്ലാസ് ആകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഉള്ള മുക്കട്ട ഫിസിയോതെറാപ്പി ഉണ്ട്. ഞാനിവിടെ എൻ്റെ ലിഗമെൻ്റ് പൊട്ടിയ ടൈമിൽ ഞാനിവിടുന്ന് ഇനി റിഹാബിന് വന്നിന് കേട്ടോ. അപ്പോൾ നബീലും ഇപ്പം നമ്മളതേ പാതയാണ് സ്വീകരിക്കണത്. അന്ന് നബീൽ ഇങ്ങനെ പറഞ്ഞു, അതായത് എനിക്കൊരു പനി പോലും വരലില്ല. എനിക്കാണെങ്കിൽ എപ്പോഴും പനിക്കും എനിക്ക് പനി വരലുണ്ട്, ചുമ വരലുണ്ട്, തുമ്മൽ വരലുണ്ട്, പിന്നെ വിട്ടു പോലില്ല. അപ്പം നബീൽ പറഞ്ഞു എനിക്ക് പനിയില്ല, ചുമയില്ല. നബീൽ അങ്ങനെ പറഞ്ഞു, ഞാൻ ആശുപത്രി കയറിയിട്ട് എത്ര കൊല്ലായി അറിയിച്ച് ഇല്ല, ഞാൻ ചെറുപ്പത്തിൽ കയറിയതാണ് ആശുപത്രി, പോലും അടിക്കുന്ന ടൈമിൽ എന്തോ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. പിന്നാണ് പോയപ്പം ഊരന്റെ ഇവിടുന്ന് കേട്ട ഡിസ്ക് ബൾജും ആ ഒരു സമയമാണ് നബീലെ. അജോദ് ഇന്റെ അടുത്തും ഇതൊരു വണ്ടി കിട്ടിയില്ല. 5 മിനിറ്റ് ആയിട്ടില്ല, ഒരു 10-20 സെക്കൻഡില് അജോദി ഞാൻ ഈ വളയം എന്നോ പിടിക്കൽ തുടങ്ങിയ ഈ വളയം ഞാൻ പിടിക്കൽ തുടങ്ങിയിട്ട് ഇന്റെ വണ്ടി തട്ടിയിട്ടില്ലായിരുന്നു. പൊങ്ങച്ചം പറയണം വിചാരിച്ചില്ല, അങ്ങനെ തുടങ്ങി ടൈപ്പ് 4 ഇന്നോവ വന്നിട്ട് ഇടിച്ചു ബസ് ചവിട്ടിയില്. അപ്പൊ അജോദ് ഇപ്പൊ കൊച്ചിയില് ഒരു ബിസിനസിന്റെ പരിപാടികളായിട്ട് പോയതാണ് കേട്ടോ. മീറ്റിംഗ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ബിൽഡിങ് തപ്പിക്കൊണ്ടിരിക്കാണ്. നല്ല ബിൽഡിങ് കിട്ടിയാലും അവിടെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നല്ല കിട്ടിക്കണെന്നാ പറഞ്ഞേ. റെന്റ് കൂടുതൽ അറിഞ്ഞല്ലോ, ടോക്കൺ കൊടുത്തിട്ട് ചിരി വന്നിട്ടേ ബാക്കിയുള്ള അവൾക്ക് പറഞ്ഞോളൂ. അത് തുടങ്ങിയില്ല അവളൊന്നും, അതൊക്കെ ഒന്ന് ചെയ്തോട്ടെ. ചേച്ചി പറഞ്ഞ ചടി ബ്രോ എത്ര മണിക്കൂറാ? സമയം കുറേ എടുക്കും. അപ്പൊ നമ്മള് പോവാണ്. നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് ഹായ് ബ്രോ. ആ 1 ആക്കിയോ? ഹായ്. സെൽഫി എടുക്കണോ? വരി. ഓ വരി. ലോക്ക്. ആ ഓ എത്രാം ക്ലാസ്സിലാ? എത്രാം ക്ലാസ്സിലാ? ഇജോ 2. ആ നോക്ക്, അങ്ങോട്ട് നോക്കിക്ക്, അങ്ങോട്ട് നോക്കിക്ക്, അങ്ങോട്ട് നോക്കി നിക്ക്, അവിടേക്ക് നോക്ക്. ഞാൻ അവൻ്റെ ഒപ്പം നിന്നാളി. ഇവിടെ ആ വൈകുന്നേരം ഈ സോഡാ പയ്യേക്കാണ്. അങ്ങോട്ട് നിന്നാ കുട്ടി. അല്ല കുട്ട ഇങ്ങനെ നോന്റെ അടുത്തേക്ക് അങ്ങനെ 2 ഇട്ടോ 2. ഫോട്ടോക്ക് ചെയ്തോ. ഇന്ന് ഡോക്ടറില്ല. ആ വരുന്നതിൻ്റെ ഉള്ളിൽ പോവാം. അത്രക്കും അലമ്പായിക്കണോ. മാറാനുള്ള പ്രാർത്ഥന. ഫുള്ള് മാറും. ഒറിജിനൽ പ്രാർത്ഥന കേട്ടോ, കോമഡി ഒക്കെ അല്ല. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് നബീലിൻ്റെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ QR എല്ലാവരും നിങ്ങളാലാവുന്ന സഹായം നൽകിക്കൊണ്ട് ഈ ഫിസിയോതെറാപ്പി കാര്യങ്ങൾ മുടങ്ങി പോവാതിരിക്കാനുള്ള ഒരിതും, പിന്നെ നബീലിന് ചില്ലറ ഐഫോണൊക്കെ വാങ്ങാനും നബീലിന് ഒരു 17 Pro വാങ്ങണമെന്ന് കുറേ ആയി പറയുന്നു. അപ്പോൾ നിങ്ങളാലാവുന്ന സഹായം ഫോൺ പേയിലേക്ക് ഇട്ടുകൊണ്ടേ ഐഫോൺ വാങ്ങണം എന്ന് പറഞ്ഞപ്പോഴേ ഒരു പുളിങ്കാച്ചേരി ഇരിച്ചു കേട്ടോ അവിടുന്ന്.
എടാ ഇമ്മ നമ്മള് കളിക്കണില്ല, അതന്നെ എന്നോട് പറഞ്ഞില്ല. എന്തിനെങ്ങനെ തിരിയണത്? അത് നല്ലതിലേക്ക് ചെയ്തോട്ടെ. ഈച്ചെന്തോ വേറെ പണിയെന്തോ വലിയ പണിയെന്തോ കൊടുക്കുക. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഇതിപ്പോ കഴിയോ? കൊണ്ട് അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം. ജയ് നബീൽ. ബസ്സിൽ തന്നെ കഴിഞ്ഞു പോയ സ്കൂൾ കാലഘട്ടം, സ്കൂൾ ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം നോക്കി അയവിറക്കാണ്. ഇതിൻ്റെ പേരെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ കോയിൻ്റെ പേര് ഇതെന്ത് പേരാന്നുള്ളത് കേട്ടോ. ഇതെന്ത് കോയി ആയിരിക്കും? ഇഫ് യു നോ ടെൽ മീ ഇൻ ദ കമൻറ്റ്സ് ഗായ്സ്. ഇതിൻ്റെ പേര് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അഫിയായിരുന്നു വാർപ്പ് കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിന് കേട്ടോ. ഫുള്ള് വാർപ്പിന് വന്ന ആൾക്കാരെ ഫുള്ള് നോക്കുക, ഓല് പോണ വരെ ഇവിടെ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഫുൾ A to Z കാര്യങ്ങൾ അഫിയായിരുന്നു ചെയ്തിരുന്നത്. ഭൂഷമണി, അപ്പോൾ നമ്മളിവിടെ ഉള്ള പെറ്റ്സിനെല്ലാം രാവിലെയും വൈകുന്നേരം ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തേക്ക് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല. മാർക്കോ തന്നെ ബോർഡിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഫ്രണ്ടേജ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. നല്ല തിരി ഇവിടെ തിരിച്ചു നോക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ തിരിച്ചു നോക്കും. അറബിക് ഐറ്റംസ് ആയിട്ട് വരും എന്നാണ് സഫ്വാൻക ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഡൗട്ടിൽ നിൽക്കുന്ന കാര്യം ഈ ഒരു ഏരിയ എന്താക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. മരം മുറിച്ചിട്ട് എന്തോ ആക്കാൻ ഇപ്പോൾ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വട്ടം മരം മുറിച്ചതിൻ്റെ ക്ഷീണം എപ്പോഴും ഇവിടെ മാറിയില്ല. കാരണം ഒരു ടൈമിൽ മേലേക്ക് പെരപ്പണി എടുത്ത ടൈമിൽ ഇങ്ങോട്ട് വണ്ടി വരാത്തതുകൊണ്ട് ടിപ്പർ വരാൻ വേണ്ടി അവിടുന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടുത്തെ മരം ഫുള്ള് മുറിച്ച് ഇപ്പോൾ രണ്ടാമത് ഇപ്പം ഇങ്ങനെ അത്രയും കാട് മൂടിയ അവസ്ഥയിൽ നമ്മൾ ആക്കി എടുത്തതാണ് കേട്ടോ. ഇതാ നോക്കിക്കോളി, ഈ കരിയേപ്പിൻ്റെ ഇലയും മറ്റേ മാംഗോസ്റ്റീൻ്റെ തയ്യും മറ്റേ കൊക്കോക്കായും സാധനങ്ങളൊക്കെ കുഴിച്ചിട്ട് ഇപ്പോൾ ഒരു കാട് പോലെ ആക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ കിട്ടുന്ന തണലൊരിക്കലും മരം മുറിക്കുന്ന ടൈമിൽ ഒരിക്കലും കിട്ടൂല. എന്താ അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ ഞാൻ വിചാരിക്കണം ബാസിലേ ഇങ്ങനെ അങ്ങോട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്താലോ. അവിടുന്ന് ഇങ്ങോട്ട് ഇത് മരം പോവാതെ നമുക്ക് ചെയ്യാമല്ലോ. ഒരേ ഒരു ഓപ്ഷൻ, ഇത് മരം അവിടെ നിർത്തിയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാം. വേറെ എന്താ ഒന്നും ചെയ്യില്ല. മരം മുറിക്കാതെ വേറെ എന്തായാലും പോണം. അപ്പൊ മരം മുറിക്കണ്ട, എന്നിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാം. ഏത് ഈ മാവ്? അതെ, ഈ മാവ് മാത്രമേ പോവുള്ളൂ. ഈ മൂച്ചിക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതുവരെ മാങ്ങ റെഡിയാക്കി തന്നിട്ടില്ല. ആണോ? ഇവിടെ അല്ല പോയി ഈ സീസൺ കഴിഞ്ഞല്ലോ. നമ്മളിങ്ങനെ മരത്തിന്റെ അടുത്ത് പോയി കണ്ട് ഇതിങ്ങനെ മുറിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതൊരു കാഴ്ച പറയണേക്കാം. അങ്ങനെയൊക്കെ ആരൊക്കെ പറയണേക്കട്ടോ. കേട്ടിട്ട് അങ്ങനെ പണ്ടിലൊക്കെ എന്നോടൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. മരപ്പോ ഇതിങ്ങനെ കേട്ട് നമ്മൾ ചക്കൻ അല്ല എന്നോട് അങ്ങനെ പറഞ്ഞിക്കണേ. ഒരു വല്യമ്മയൊക്കെ പറഞ്ഞിക്കണേ ചക്ക മരത്തിന്റെ കടി പോയി കണ്ട് ഇതടെ മുറിച്ചാലോ പറഞ്ഞ ചക്ക മെല്ലെ തല്ലിയ പോരാ ഫിഫാൻക്ക്. അപ്പൊ ഇതാണ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഫ്രണ്ടത്തെ എന്താ വെച്ചാല് ഇത് ഒരേ അളവല്ലേ? ഇറ്റാലിയനോ? ഞാനിതൊന്ന് പറഞ്ഞുണ്ടാക്കി കൊണ്ടിട്ടാ. ഇവിടെ കുറച്ച് നീണ്ടു, ലൈക്ക് ഇവിടെ കുറച്ച് നീളം കിട്ടി. ഹായ് എടാ, നമ്മൾ ചെക്കന്മാരൊക്കെ ഇവിടേക്ക് ഇങ്ങോട്ട് കുറച്ച് നീണ്ടു. അപ്പം ഈ ഏരിയ എന്തായാലും തൊടാതെ വെക്കാനാണ് പ്ലാൻ കേട്ടോ. കാരണം കണ്ടമാന മരം ഉണ്ട്, നല്ല തണൽ കിട്ടണ, നമുക്ക് തണൽ കിട്ടണ ഒരു ഏരിയയാണ്. പക്ഷെ എന്നാലും ആ മരമൊക്കെ പോകുന്നാണ് പറയുന്നത്. ആര് മരം പോക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല കേട്ടോ. പിന്നെ ഉള്ള ചൂട് കാണുന്ന സെക്കൻഡ് വരും. ഇപ്പൊ മഴക്കാലാണ്, പക്ഷെ ചൂട് കാലത്ത് നമ്മൾ ചൂടോണ്ടുണ്ടല്ലോ നിൽക്കാൻ കഴിയൂല. ഇനി ഭ്രാന്തായി ഓടാൻ നിൽക്കുക എല്ലായിടത്തു കൂടി. അതേപോലെ ഇവിടെ വൻ ഫ്രീ ഏരിയ ആണ് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഫ്രീ ഏരിയ ഉണ്ട്. ഈ ഇത് വേണമെങ്കിൽ എടുക്കാം, ഈ കോളം. ഇത് 2006 ഇപ്പൊ ഉണ്ടാക്കി കേട്ടോ. 2006 അഥവാ ഞങ്ങളൊന്നും പച്ച പിടിച്ചിട്ടില്ലെങ്കിൽ പായലെങ്കിലും പച്ച പിടിച്ചോട്ടെ എഴുതിയിട്ട് ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ഈ ഒരു കുളപ്പ് ഗപ്പി മീനുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ക്ലിയർ ഉള്ള വാട്ടർ കേട്ടോ. മീനുകൾ പോകണം നമുക്ക് കാണാൻ പറ്റും. ഇതിത്തെ സിലോഫിനൊക്കെ കഴിഞ്ഞ ആഴ്ച പോലെ കറി വെച്ചു കേട്ടോ. ഇതിന് തിലോപ്പിയോ സിലോഫി എന്നും പറയില്ലേ?
അപ്പോൾ ഇതാണ് ഇത് എൻ്റെ റൂമിൻ്റെ എന്താണിത്? ആ ടോയ്ലറ്റ് അല്ല, ടോയ്ലറ്റ് അതാണ്. ഇതാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഇപ്പം ഞങ്ങൾ ഡൗട്ടിൽ നിൽക്കണം, എന്താ അറിയോ, ഇതിൻ്റെ മുകളിൽ കയറല്ലേ നമുക്ക് മീൻ പിടിച്ചാൽ പോകണം കേട്ടോ. ബാസിലേ മീൻ തോരടാൻ പറ്റണ ഒരു സ്ഥലം പറയും. ശ്രദ്ധിച്ച് കയറിക്കോട്ടോ. താലൂക്ക് ആശുപത്രിയിലത്തെ ഡോക്ടർമാര് മൊത്തത്തിൽ കയറണില്ല. മൊത്തത്തിൽ കയറാൻ പേടിയാ. ഞാൻ ഇറങ്ങാൻ തന്നെ പേടിയാവണ്. ഉത്തര അവിടുന്ന് എടുക്കാന്നോ? അപ്പൊ ഇവിടുത്തെ വ്യൂ എങ്ങനെ ആൾക്കാര്? ഇതിപ്പോ എന്താ ചെയ്യാ? ഇവിടെ ഒരു ടീ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ഇട്ടാലോ? സൽമാനെ ഇജ്ജ് മേലെ കയറി. അല്ലേ അവിടെ നിന്നാ മതി. ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഞാൻ തന്നെ കയറണം. ഇടക്കിടക്ക് ഇടക്കിടക്ക്. അപ്പം അതേപോലെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഇപ്പോൾ വൻ ഡൗട്ടിലാണ്. ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ആടോ അതിന് ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഷീറ്റല്ലേ ആദ്യം. ഇവിടെ ഷീറ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പൊ ഷീറ്റ് മാറി ഇപ്പം വാർപ്പ് വന്നപ്പോ ഇത്ര ഏരിയ ഫ്രീ ആയി. ഇപ്പൊ നമ്മളെ ഇതെന്താ സ്വിമ്മിംഗ് പൂളോ? വെള്ളം നിക്കണ്ടല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ ഈ ഒരു ഏരിയ നമ്മള് റൂഫ് ടോപ്പ് പൂളാക്കിയാലോ? ഇൻഫിനിറ്റി പൂള് അല്ലേ? ഇവിടേക്ക് വാർത്തേ. ഓ ഈസാന്റെ ഒരു എലിനെ കാണാല്ല. ഇവിടെ എത്തൂലല്ലോ. അവിടെ കാക്കച്ചി മരുന്നൊന്നും ഇല്ല. എവിടുന്ന്? കോഴിക്കോട്ടുന്നോ? അല്ല, പരിന്തിന്റെ ഒക്കെ കാഴ്ച ശക്തി പറഞ്ഞല്ലോ. അത്ര ഫ്ലൈറ്റിന്റെ അത്ര ഹൈറ്റ് ഒന്നും താഴത്തേക്ക് നോക്കിയാല് എറുമ്പിനെ വരെ കാണും. പരിന്തിനോ? പരിന്ത് മറ്റേ ടെലിസ്കോപ്പ് കണ്ണിൽ ഘടിപ്പിച്ചു പോവാണല്ലോ. അതിന്റെ അത്രയും ഹൈ പവറാണ്. ടെലിസ്കോപ്പിന്റെ ഹൈ പവറോ? കീൻ ഐസൈറ്റ് എന്നാ പറയാ പരിന്തിന്. അത്രയും ഉണ്ടാവും. അപ്പം ഈ ഏരിയ ഞാൻ എന്താ ചെയ്യാ? ഇവിടെയും വാർത്തല്ലേ? അതപ്പോ ഞാൻ ആലോചിച്ച്. ഇതൊക്കെ ഞാൻ നടക്കണ്ടല്ലോ. ഇവിടെ ഒന്നും ചെയ്യല്ല. അല്ല പുറത്തേക്ക് കൊയലിടുക. അപ്പൊ വെള്ളം നിക്കൂലേ? അല്ല, കൊയലിടുവേ. ഇതിനൊക്കെ കൊയലിട്ട് കൊടുക്കും. എന്നിട്ട് മറ്റേ ചെങ്ങലിടും. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യാ? ഒരു പൂള് ഇതിലൊക്കെ നീന്താൻ പറ്റണ ഫുൾ ഇൻഫിനിറ്റി. അവിടെ ഇങ്ങനെ നീന്തി ഇങ്ങനെ പോകാൻ പറ്റണം. ചെറിയ കുട്ടികളൊക്കെ നീന്തൊക്കെ പഠിപ്പിക്കാനുള്ളൊരു ഇതെന്തായാലും പൊളിക്കേണ്ടി വരും ഈ സാധനം. ഇത് പൊളിച്ചിട്ട് ഇതൊക്കെ ഇപ്പം അടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇനി ഇത് പൊളിച്ചിട്ട് എനിക്ക് തോന്നണേ ഇനി ഇതിമ്മ പണിയില്ല. ഇനി ഞാൻ പെരയും കേട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി എന്നോട് വേറെ പെരയൊക്കെ പോകാൻ പറഞ്ഞോ? ഏറ്റുപിടിക്കണം വാപ്പാ അറിയും. അങ്ങനെ പറയില്ല കേട്ടോ. വാപ്പണ് പിടിച്ചു ഇങ്ങനെ. അപ്പം ഇത്ര ഏരിയ ഇപ്പം എന്ത് ചെയ്യാണ്ട് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വെരി ഹ്യൂജ് സ്പേസ് ആൻഡ് സെറ്റപ്പ് ഫോർ ലാൻഡ്സ്കേപ്പ്. അപ്പം ഈ ഒരു ഏരിയ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എനിക്കിപ്പോൾ സജഷൻ വേണ്ടത്, മറ്റേതെല്ലാവരും പറഞ്ഞു ഒരു മജ്ലിസ് സെറ്റപ്പ്
എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും TV ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. അത് അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ അവിടെ പ്ലാൻ ചെയ്തത്. അവിടുത്തെ അടുക്കള പ്ലാൻ മാറ്റി, കാണികളെ നിർദ്ദേശത്തിനനുസരിച്ച് മാറ്റി. അപ്പോൾ എന്ത് ചെയ്യുക, എനിക്ക് പറയാനുള്ളത് ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഇതിപ്പം ഇതേപോലെ ഫ്രീ ആയി കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് കഴിഞ്ഞു, അപ്പോൾ വാർത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ ഈ ഒരു മേലെ ഭാഗം ഫുൾ ഫ്രീ ആയി. ഇപ്പം ഉമ്മച്ചിയൊക്കെ പറയണത് ഇപ്പോൾ ജസ്റ്റ് സാധാ പോലെ ഇത് ടൈലിട്ട് ഇതിനൊരു എൻഡിൽ ഗ്രില്ലുകൾ സാധനങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഉണക്കാടാനും ചിക്കിടാനൊക്കെ പറ്റണ ഒരു സ്പോട്ടാക്കുക. കാരണം ഇതിൽ ഈ റൂമിൽ കൂടെ വരാൻ പറ്റും. എന്താ ഇൻ്റെ റൂമാട്ടത്, ഇൻ്റെ റൂമിൻ്റെ അതിലെ ഇതെന്താ മറ്റേ ഗുണ്ടാളൊക്കെ എഴുതി വെച്ച് പോലെ മതിൽമേ സ്കെച്ച് ഇടൂലേ, അതാട്ടത്. പെപ്സി, വീൽ, MS, SM, ഇതെന്താ സംഭവം? എൻ്റെ റൂം താഴേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു ഏരിയ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആൾക്കാരൊന്നും നമുക്ക് പറഞ്ഞു തരീട്ടാ. ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ് നമ്മൾ. പക്ഷെ ആകെ കുറേ സ്പേസ് ഉണ്ടായുള്ള പ്രശ്നം ഇതാണ്. ഇതിന്മേ നമ്മളിപ്പോ പ്ലാൻ ആഴ്ച മാതാക്ക് ഒരു സിപ്പ് ലൈൻ ഉണ്ടാക്കിയാൽ എന്താ വെച്ചാല് കാര്യങ്ങൾ ടീക്കാവും. ആഴ്ച മാതാക്ക് എന്താ ചെയ്യാ, വിരലിൽ ഇങ്ങോട്ട് വരേണ്ടി വരും, പക്ഷെ പോക്ക് സ്മൂത്ത് ആയിരിക്കും. ആഴ്ച മാതാക്ക് ഇവിടുന്ന് കണ്ട ഒരു കമ്പി ഇട്ടാല് നേരെ അവിടെ അടിയിൽ കാണുന്ന ആഴ്ച മാതാന്റെ പേരാണ് കേട്ടോ. നേരെ ഒരു സിപ്പ് ലൈനിൽ തൂങ്ങി ഇറങ്ങാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സെറ്റപ്പ് ഒന്നും പറയില്ല കേട്ടോ, ആഴ്ച മാതാ ആട്ടി തല്ലുകളെ ബാ. അപ്പൊ ഞാൻ അടിക്ക് പോയോ കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ അടിക്ക് പോവും, ഞാൻ ഇതിൽ വരടാ. അങ്ങോട്ട് ഇറങ്ങരുത്, എനിക്ക് ഇങ്ങനെ ഇറങ്ങാൻ ഭയങ്കര പേടിയാ. കോണി ഇറങ്ങുമ്പോ നമ്മളെങ്ങനെ ഇറങ്ങുന്നത്, ജിന്നെ പിടിച്ചാതെ ഇറങ്ങിക്കോ. ചാടിയതൊന്നും പറ്റുന്നില്ല, കാലൊടിയും. കാലൊടി ഞാൻ എത്ര എന്തൊക്കെ പരിപാടികൾ വെച്ച് ജീവിച്ചു പോണ ആൾക്കാരെ നമ്മള്. എന്നിട്ട് ഈ നേരത്തെ കാലൊടിഞ്ഞാൽ എന്ത് സുഖം, എന്തെങ്കിലും ഒരു സുഖം ഉണ്ടാവോ അഫീഫേ? എന്തിനാ എന്താ ഞാൻ കാറ് ഇന്നെ വിളിച്ചിടും കേട്ടോ അഫീഫ്. മാണട്ടോ പൊടിട്ടോ ഇത് ചെരിഞ്ഞിട്ടാ നിക്കണത്. കറക്റ്റ് ഷൂട്ട് ചെയ്തോ, അഥവാ പൊളിഞ്ഞട്ടി വെക്കുകയാണെങ്കിൽ സീൻ ക്ലിപ്പ് കിട്ടും. സീൻ ക്ലിപ്പും കിട്ടും, ഇൻഷൂറും കറക്റ്റ് കിട്ടും, ഹെൽത്ത് ഇൻഷൂർ. കാരണം തെളിവുണ്ടല്ലോ എങ്ങനെയാ പോണെന്ന് പറയും. ഞാൻ മറ്റേ സർസൈഡ് കോളേജിൽ ബാക്ക് അടിച്ചു പോണില്ലേ, അവിടുത്തെ ആ കോളേജിലെ കുട്ടികളെ ചെക്കന്മാരൊക്കെ എവിടുന്നേലും കണ്ട ആദ്യം പറയാം ഏതാ കോളേജ് ചോദിച്ചു, നിങ്ങള് പോണ കോളേജാണ്. സൽമാനോട് വേണമെങ്കിൽ ഇറങ്ങിക്കാൻ കഴിയാ. സൽമാനെ ഇതായ്മ ചാരി വെക്കാതെ ഇങ്ങനെ വെച്ചെന്ന് ഇറങ്ങും വിടൂല, ഞങ്ങള് പിടിച്ചു ഉറപ്പാണ്. എന്ത് ധൈര്യമാണ് എനിക്കൊക്കെ ഇതൊക്കെ ചെയ്യാനും, എനിക്ക് മോട്ടീവ് ഒസ്വാസാണെന്നോ? അതിന് അഫീഫിനാകെ എത്ര ഹൈറ്റിന്റെ മാറ്റമുള്ളൂ, ഓനത്രേ ഉള്ളൂ. എന്താ തരിപ്പട് വരും, അതാ പ്രശ്നം. നമ്മള് ക്യാച്ച് പിടിച്ചപ്പോ ഒന്നും ഇങ്ങനെ ബാക്ക് വലിക്കൂല. ഒന്ന് പിടിച്ചെടുത്തോ ഞാൻ കൈ ചെരിയുണ്ട് അല്ല ചെരിയുണ്ട്, അത് ചെരിയുണ്ട്. അങ്ങനെ പൊളിഞ്ഞട്ടി വെക്കല്ലേ, അവിടെ ആണിയൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും. നോക്കി
അപ്പൊ ഈ ഏരിയ അതുപോലെ തന്നെ ഇതാണ് അടുക്കള വരുന്നത് കേട്ടോ. അടുക്കള ഇത്രയും ദിവസം തുറന്നിട്ടായിരുന്നു എല്ലാവർക്കും കാണിച്ചു തന്നിരുന്നത്. ഇപ്പോൾ അടച്ചിട്ട അടുക്കള നമുക്ക് ഇത് നോക്കിക്കോട്ടോ സൽമാനെ, തലക്ക് പാക ക്ലീനറിയും കാണുന്നുണ്ടോ ഇനി? ആ ഇതാണ് അടുക്കള. കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചോ. അപ്പൊ ഇതാണ് അടുക്കള. അതിൻ്റെ അപ്പുറത്ത് ആയിഷമാതാന്റെ ഏരിയ. അവിടെ ചെറിയ സ്റ്റോർ റൂം, സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാൻ. അവിടെ ആദ്യം വാഷ്റൂം പറഞ്ഞു, പിന്നെ അത് മാറ്റിട്ടോ. അവിടുന്ന് അടുക്കളൻ്റെ അടുത്താണ്ട് ആദ്യം നമ്മളത് അങ്ങനെ തന്നെ. അപ്പോൾ അതിലിപ്പോൾ അങ്ങനെ വേണ്ട, മാറ്റം വരുത്താറുണ്ട്. അത് അവിടുന്ന് മാറ്റി. ഇവിടെ ഇപ്പോൾ അടുക്കള ഇത്ര വെളിച്ചം ഉണ്ടാവുള്ളൂ. ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചം വരികയല്ലേ? ഈ ഏരിയ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ചായ കുടിച്ചിരിക്കാനുള്ള ഏരിയ ആക്കി മാറ്റും നമ്മൾ പറഞ്ഞു. 0.5 തൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, ഇതാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞത് നല്ല സെറ്റപ്പിൽ എല്ലാവർക്കും ടി വി കണ്ടിരിക്കാനും എല്ലാവർക്കും കൂടാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആക്കി ഇത് മാറ്റണം എന്ന് പറഞ്ഞത്. അപ്പം ഇത് അടക്കണോ അടക്കണ്ട? ഇത് അടക്കണ്ടല്ലോ. ഇത് അടക്കാൻ നല്ല അടുക്കളയ്ക്കൊരു ടച്ച് ഉണ്ടാവുള്ളൂ, ഫുഡ് അയക്കണമൊക്കെ. എന്തിന്? ഇവിടെ സോഫയും ടി വി ആണ് ഇതും. അവിടെ ഒരു പ്രൈവസി കിട്ടണമെങ്കിൽ അടച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേ ചെറിയ കിളിവാതിൽ കണ്ടിട്ടില്ലേ, അതിന്റെ നടുവിൽ ജസ്റ്റ് ഒരു തുറക്കാനൊരു വാതിൽ കൊടുത്താൽ ജനല് പോലത്തെ. അപ്പൊ ഓക്കെ. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ കപ്പടിച്ച് ഞങ്ങൾ നോക്കാം കേട്ടോ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട് കാര്യം നിങ്ങൾ ആദ്യം ഫ്ലക്സ് ചെയ്യും. നിങ്ങൾ 10 ആൾക്കാരുണ്ട്, നിങ്ങൾ ആദ്യം ഫ്ലക്സ് ചെയ്യും. എന്നിട്ട് നിങ്ങളെ കാര്യം ഞങ്ങൾ വെച്ച് ഞങ്ങൾ കാണിക്കാം കേട്ടോ. ഞങ്ങൾ കപ്പടിച്ച് പഠിച്ചില്ല, ഞങ്ങൾ പോയിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കും കേട്ടോ. ആരാ പ്രശ്നക്കാരാ? ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. എന്ത്? അവിടെ അടിയാണ്. പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ യുദ്ധം. ആ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈക്കാത്ത് സൽമാനെ, അപ്പൊ ഇത് റൂം കേട്ടോ സൽമാൻ. ഇപ്പോഴും ഫൈനലായിട്ടില്ല എന്ത് ഡിസൈനിൽ ഞാൻ കിടക്കും എന്നുള്ളത് കേട്ടോ. റൂം ഇങ്ങനെ ആക്കി വെച്ചിരിക്കണമെന്നുള്ളൂ. ഇനി പഴയ മോഡൽ വീടാക്കണോ, മോഡേൺ വീടാക്കണോ, അത് ഗാർഡൻ ടൈപ്പ് ആക്കണോ, കാട് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നേ. അല്ല നമുക്കൊരു ഇൻഡോർ ഇൻഡോർ പ്ലാന്റ് അതൊക്കെ ആഗ്രഹമുണ്ട്. ശുദ്ധവായു കിട്ടാന് ആഗ്രഹമില്ലാത്ത കേടില്ല. പിന്നെ ഇത് ഡ്രസ്സിങ് റൂം, അപ്പുറത്ത് ബാത്റൂം. അതൊക്കെ നമ്മളെ ഓഡിയൻസിന് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ അടുത്ത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. റൂം ഏതായാലും നല്ല വലിപ്പമായി നമുക്ക് എല്ലാവർക്കും കിടക്കാം. ഇന്റെ ബെഡ് മൂട് ബെഡല്ലേ, മേലെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇനി തിരുമ്പി വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പി. ഓ മോനെ, ആ ബെഡ് എന്ത് സുഖമുള്ള ബെഡാ. ഉണ്ടാക്കി വെച്ചതാണ്. ആ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇതാണ് വീട്ടിലത്തെ അപ്ഡേറ്റ്സ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അശകോശലായി കിടക്കുകയാണ്. പക്ഷെ റെഡിയാവും. നല്ല ഒരു ഇതായി ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മൾ മാറ്റണത്. എല്ലാം കൊണ്ടും ആ ഒരു സമയോചിതമായ ഇടപെടലായിരുന്നു വീട് പണി നടത്തണമെന്നുള്ളൊരു തീരുമാനം. അപ്പൊ ഈ ഏരിയ എല്ലാം നല്ലതിന്. ഈ ഏരിയ ഒക്കെ ലാൻഡ് സ്ലൈഡ് ചെയ്യണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ലാൻഡ് സ്ലൈഡ് അത് കുത്തിയടിച്ച് പോവുകയാണ്. ലാൻഡ്സ്കേപ്പ് ചെയ്യണം. ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്യാം. ഇത്രയും സ്ഥലോ? അത്രയും വേണ്ട. അതായത് ഈ ഒരു കാണുന്ന ഇങ്ങനെ ഒരു ആ ഗ്രോ ബാഗിന്റെ അവിടെ ഒരു ക്രിക്കറ്റ് നെറ്റ് അല്ല, ഒരു ഷട്ടിൽ കോർട്ട് എങ്ങനെ ഉണ്ടാവും? ഷട്ടിൽ കോർട്ട് എന്നിട്ട് അപ്പുറത്തെ പറമ്പെടുത്തിട്ട് ഒരു ഇൻഡോർ മിനി സ്റ്റേഡിയം, മിനി ടർഫ്. എന്നിട്ട് അതിന്റെ സൈഡിലൊരു ഷവായ ഷോപ്പ്. എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിടാം. പേരന്റെ മുകളിലൊരു ടീ ആൻഡ് സ്നാക്സ് ഇടുക ആ ഗ്യാപ്പില്. അപ്പൊ ആൾക്കാരൊന്ന് പറഞ്ഞിട്ടോ അവിടെ എന്താ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു, മജിലിസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തിരിക്കണ്. ഇത് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവണില്ല. അപ്പൊ എല്ലാവരും ഒന്ന് സഹായിക്കുക, സഹകരിക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഈ ലാൻഡ്സ്കേപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം. മറ്റെന്താ വെച്ചാൽ നമ്മൾ ഈ പെരമി പണിയൊക്കെ എടുത്തത് കാണണം എന്നുണ്ടെങ്കിൽ ആ ലാൻഡ്സ്കേപ്പ് അവിടെ വേണം.
അല്ലെങ്കിൽ ഒരു മാറ്റം ഫീൽ ചെയ്യൂല. അപ്പം അത് ചെയ്യാം. ആണി നിക്കണത് സൽമാ അതിന്റെ തൊട്ടിപ്പുറത്താ ചവിട്ടി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഇതിന്റെ കൂടെ തന്നെ കാണാൻ ഇനി തിരിച്ചു വീട്ടിൽ പോവാണ്. ജസ്റ്റ് കാണിച്ചു തരാം. വാർപ്പ് കഴിഞ്ഞ വീട് കാണിച്ചു തന്നിട്ടില്ല. എങ്ങനെയാണ് സംഭവങ്ങൾ വാർപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്. മേലെ ചെറിയ മാറ്റങ്ങൾ വരും. സഫാൻക്ക് പറഞ്ഞത് മേലെയും ചെറിയ മാറ്റങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും മേലെ വരുന്ന മാറ്റങ്ങളും നമുക്ക് കാണാം. ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ നാട് കേട്ടോ. ബസ്സിൽ ഇതേപോലെ ചാമ്പാൻ പോവാണ്. ബാക്കിൽ വരാന്നൊക്കെ പറഞ്ഞ ഹെൽമെറ്റ് ഇട്ടാണ് സ്കൂട്ടിയിൽ അല്ല കാറിൽ വന്നത് കേട്ടോ. എടുക്കല്ലേ ലോറി പോയിക്കോട്ടെ. അപ്പം ബാസിലിന്റെ ബാക്കിൽ കാണുന്നതാണ് എന്താ പറയാ പശ്ചിമ കാലഘട്ടമല്ല പൊട്ട പശ്ചിമഘട്ടം. ഇവനാണ് പറഞ്ഞത് കേട്ടോ. പശ്ചിമ കാലഘട്ടമാണല്ലോ. അപ്പൊ ഇതാണ് പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണുന്നത്. അതാണ് നമ്മളെ നാട്. തെങ്ങും മേടും സൂര്യന് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആ ഫോണൊന്ന് മ്യൂട്ടായി കാഫിയെ പോകുമ്പോ നമുക്ക് എന്ത് കാണാൻ പറ്റും? പശ്ചിമഘട്ട മലനിരകൾ ഇപ്പൊ കാണാൻ പറ്റണില്ല. അത് പോയി. സൂര്യൻ കാണിച്ചാ അതാ. ഇതാണ് നബീലിന്റെ വണ്ടി ട്ടോ. ബ്ലാസ്റ്റ് ആരാധകനാണ് നബീലെന്ന് തോന്നുന്നു. വണ്ടിമേൽ ബ്ലാസ്റ്റ് എന്ന് എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. പോലീസ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികളെ വിട്ട ടൈമിൽ കറക്റ്റ് തിരിച്ച വണ്ടിയാണ് നബീലിന്റെ വണ്ടി. അത്രയും സമയം ഉണ്ടായിട്ടും കുട്ടികൾ സ്കൂളിൽ പോണ സമയം തിരിയാൻ വേണ്ടി നബീൽ കാത്തിരുന്നു. ബ്ലാസ്റ്റ് വണ്ടിയാണ്. എന്താണ് നബീലിന്റെ വണ്ടി ട്ടോ. ബ്ലാസ്റ്റ് മോഹൻ. ആംബുലൻസ് ഒക്കെ പോണ സമയത്ത് മാതൃകയാവാണ് ട്ടോ നബീലിന്റെ വണ്ടി. അപ്പൊ ബാസിലിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആരാ അടിച്ചെന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പൊ ഇവിടെ എന്തോ ഇത് വെച്ചും ചെയ്തിക്കണ്. കളിമറന്ന മഞ്ഞക്കിളികളോടും ക്വാർട്ടറിൽ കരഞ്ഞു വിളിച്ചു മടങ്ങുന്ന റോണോ കുഞ്ഞുങ്ങളോടും ഖത്തറിലെ കണ്ണീരൊന്നുണങ്ങിയിട്ട് പോലെ ഈ അഹങ്കാരം അത്ര തൃപ്തിപ്പെട്ടിട്ടില്ല. ആ ഒരു ഫ്ലക്സ് കണ്ടിട്ട് രാത്രി പറിച്ചു കീറാൻ മിക്കവാറും വരുന്നാണ് തോന്നുന്നത്. ഒരു ഫുൾ ഓപ്ഷൻ കിട്ടണില്ല ആ ഒരു ലുക്ക്. സ്മൈലിൻ പെയിൻ വേൾഡ് കപ്പ് എഡിഷൻ. നല്ല വ്യൂ ഉള്ള സ്ഥലത്താണല്ലേ. അമൽ കോളേജിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ ഗേറ്റിന്റെ അവിടെ തന്നെ കാണാൻ പറ്റൂല എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. നബീലിന്റെ വണ്ടി കോളേജിന് മുഖാമുഖം വെച്ചിട്ട് നിർത്തിയിരിക്കുന്നു. കോളേജിന്റെ മുന്നിൽ അങ്ങോട്ട് ഇട്ടിക്കണ വണ്ടി. കറക്റ്റ് 4:45 പരിചയമില്ലാത്ത ഏതോ സുഹൃത്തിനോട് അങ്ങോട്ട് പോയിട്ട് ഏതോ സുഹൃത്തിനോട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് എന്താ അവിടെ വർത്താനം, കുട്ടികളുണ്ടോ കോളേജില്, അഡ്മിഷനൊക്കെ ഫുള്ളായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് അർജന്റീന ആരാധകന് ചില്ലറ എന്തോ കൊടുത്തിട്ട് ഇതാ ആരോ വിളിച്ചു പറയണേ, റൊണാൾഡോ ആരാധകരെ വിളിച്ചു പറയണേ ഫ്ലക്സ് നീക്കം ചെയ്യാനുള്ള ആലോചനകളിലാണെന്ന് തോന്നുന്നു. ഇത് കടത്തി വെട്ടി. ഇതുപോലെ ഫ്ലക്സിനെയൊക്കെ 10 മടങ്ങ് കടത്തി വെട്ടി. ജയ് അർജന്റീന. ഇതാട്ടോ അതെ. എടാ ഇതാരാ വെച്ച ഫ്ലക്സ്? അർജന്റീന ഫാൻസ്. അത് കലക്കി. നമ്മളാണ് പവർ നമ്മള് ഇതിനോ ഇതിന് ഒരു ഇച്ചാണ് ചെക്കന്മാർ വെച്ച് നമ്മൾ അർജന്റീനക്കാരൊക്കെയാണ് പറയണേ. ഇച്ചറിയാ ചെക്കൻ 16 വെച്ചിനെ ഒരു മിനിമം ഒരു 6 കഴിയാ നാട്ടിലെ ഒരു 12 പോയിന്റുള്ളൂ. 12,000 റുപ്യ അല്ലേ? പക്ഷെ അത് മുതലായടാ. ഡയലോഗുകളൊക്കെ കറക്റ്റാ അല്ലേ? ഞാന് ഇപ്രാവശ്യം ടീം ആയിട്ടില്ല, തീരുമാനിക്കണുള്ളൂ. അർജന്റീന സപ്പോർട്ട് ചെയ്യണോ കരുതിക്കാൻ നിക്കാണ്. എന്തുകൊണ്ട് അർജന്റീന?
നമ്മള് പണ്ട് വിട്ടുമ്പോ മിഷിക തുണിക്കണക്കറിയില്ലേ എത്ര 2 വട്ടം അതിന് പോയി. അതിന് നമ്മള് ജെർബിനെ പിന്നെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊടുത്തിരുന്നു. കാരണത്തിന് 3 കൊടുത്തു പൊട്ടിച്ച് വേറെ ഫ്രണ്ടിൽ വെച്ചിട്ട്. പിന്നെ നമ്മളെ ചെക്കൻ കഴിഞ്ഞ പ്രതീക്ഷ ഉണ്ട്. മിഷിക കൈവിടലുണ്ട്. ഏത് പ്ലെയർ ആണ് കൂടുതൽ പെർഫോം ചെയ്യുക ഈ വേൾഡ് കപ്പില്? നമ്മളെ അൽവാരസ്. ഒന്ന് നമ്മളെ മെസ്സി. അൽവാരസ് ഇതല്ലേ അൽവാരസ് നിക്കണേ? ഇതാരാ ഈ സിഗരറ്റ് മുടിച്ചിക്കണേ? ഡീപ്പോളും അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ട് പരിപാടികൾ എടുക്കും. ഡീമരി അല്ലല്ലേ? ഡീമരി അല്ല, ഡീമരി പിന്നെ ഒട്ടമെന്റിന്റെ അടുത്ത് പറയണ്ട. ഒട്ടമെന്റി അടിപൊളി പ്ലെയർ ആണ്. അതേമാതിരി നമ്മളെ എമി മാർട്ടിനസ് ഗോൾ കീപ്പറാ. ഇവന്റെ പേരെന്താ? എമി മാർട്ടിനസ് അല്ലേ? ഇത് വേറെ മാർട്ടിനസ്. ലോത്താരോ മാർട്ടിനസ്. മറ്റവന്റെ പേരെന്താ? അതാ ബാസില് ഫ്ലക്സ് വെച്ച ആൾക്കാരെ കാണാൻ പോവാണ്. ഇപ്രാവശ്യം എന്താണ് അർജന്റീനയുടെ പ്രതീക്ഷകൾ? എന്താ? കപ്പ് നിലനിർത്തുക. 100% വിജയം. 100% വിജയം. എന്തായാലും വിജയിക്കും. തങ്ങളുടെ കനക കിരീടം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അർജന്റീനക്കാര് അമേരിക്കയിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത്. ഒന്നും പറയാനൊക്കെ കഴിഞ്ഞ സീസൺ കാട്ടിക്കൊടുത്തു. ഇപ്രാവശ്യം ഡയലോഗുകളൊന്നും ഇല്ല. പോർച്ചുഗൽ നിങ്ങൾ ഫൈനലിൽ വരുമോ? പോർച്ചുഗൽ വരില്ല. ഗ്രൂപ്പ് സ്റ്റേജിലെ പോർച്ചുഗൽ പൊട്ടും എന്നാണ് പറഞ്ഞത്. പോർച്ചുഗൽ പൊട്ടെന്ന് പറയുമ്പോ ആ ഫ്രെയിമൊക്കെ ഒന്ന് പോണം. അതാ ഇനി പറഞ്ഞോ. എന്ത് പറഞ്ഞാലും നമ്മളെ റൊണാൾഡോ അണ്ണൻ തൂക്കുന്നുണ്ടാവാറുണ്ട്. നമ്മള് എത്ര അർജന്റീന വെച്ചാലും ഒരു കപ്പിൽ വേണ്ടേ? ഒരു കപ്പ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടണ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ മുന്നേ എന്തൊക്കെ പറഞ്ഞു? ഗ്രൂപ്പ് സ്റ്റേജിൽ പൊട്ടണം ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവസാനം സെന്റിമെന്റ്. എന്തായാലും ഇവനെ അവിടെ കൂടുതൽ നേരം നിന്നാ കരയും. അപ്പൊ ആൾക്കാരുടെ നിങ്ങളെ പറ്റി പറയണേ. ഏത് മറ്റേതല്ലേ? ഇതൊക്കെ കണ്ടോ? ഇതിച്ചാണല്ലോ ഇന്റെ കുട്ടി കണ്ടിക്കണേ. നമ്മളെ ചെക്കനോ അടാ ആ വീഡിയോ കണ്ടീനി കുട്ടാ? കണ്ടീനി അല്ല? ഞാൻ ഓൾറെഡി കണ്ടീനി. ഓ മെൻഷൻ കണ്ടീനി. അപ്പം ഇനി ബാസിൽ ഇപ്പൊ ഈ ഒരു ഫ്ലക്സ് കണ്ട സ്ഥിതിക്ക് ഇനി നമ്മളെ ഫ്ലക്സ് കാണിക്കണോ അതോ കുഴപ്പമില്ല നോക്കി നോക്കാം? അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അസറും ബാസിലും ഫ്ലക്സ് വെച്ച ഏരിയ ഇപ്പൊ ഫുള്ള് അർജന്റീനന്റെ ഫ്ലക്സ് കയറി. അപ്പം 10 അടിക്ക് 20 അടിന്റെ ഫ്ലക്സ് ആണ് അർജന്റീന വെച്ചത്. അപ്പൊ അസറൂന് ഇപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ട് ചെക്കന്മാര് കാണിച്ചു കൊടുക്കാണ്. അസറൂന് മൈലടിയത്തെ ചെക്കന്മാര് കാണിച്ചു കൊടുക്കാണ്. കണ്ടോളി മിഷിഹാനെ കണ്ടോളി പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ്. അസറൂന് ആ ഡൈബാലന്റെ തല മാത്രം കാണിച്ചു കൊടുത്താൽ മതി. അസറോ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാ? ഒരു 40 വെച്ച് നമ്മൾ 50 വെക്കും. ഒരു 40 വെച്ച് നമ്മൾ 50 വെക്കും. 50 അടിന്റെ ഫ്ലസ്ക് ആണ് ഇനി വരാൻ പോണത്. ഫുള്ള് നടന്നിട്ട് എല്ലാരും എല്ലാ നാട്ടുകാരും പിരിപ്പിച്ചിരിക്കണതാണ്. നമുക്ക് അതിന്റെ അവസ്ഥയല്ല. നമ്മള് രണ്ടാളെ നടക്കും. ആയിക്കോട്ടെ. എന്താ തിന്നണേ? എന്താ തിന്നൊന്നുമില്ല. സൗണ്ട് ഒക്കെ പോയല്ലോ. റൂമിലിങ്ങനെ ഇരിക്കാനേ. സൗണ്ട് പോയോ? സൗണ്ട് പോയിട്ടൊന്നുമില്ലേ? ക്യാമിയോ ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ നമ്മളെ സുഹൃത്ത് ഇവിടുന്ന് പോയൊരു സുഹൃത്ത് അസറുവിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അസറുവിന്റെ ചുറ്റിപ്പറ്റി തന്നെ നമ്മളെ ഒരു സുഹൃത്ത് നമ്മളെ ജോർജിയ ഭാഗത്ത് തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ ലെജൻഡറി ഫ്ലക്സ് ബ്രാച്ചുകൾ. സംയുക്ത ബ്രാച്ചുകൾ സഖ്യത്തിന്റെ ഏറ്റവും പുതിയ ഫ്ലക്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
വേർതിരിവുകളില്ലാതെ, അതായത് രണ്ട് ടീം ഇട്ട് അടിക്കുക എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറിക്കൊണ്ട് 2 ടീമൊന്നും പൈസ എടുത്തുകൊണ്ട് ഒരു ഹാഫ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലക്സ് നമുക്ക് അടിക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പൊ എഡിറ്റ് ചെയ്തപ്പോ കന്നഡ മാറ്റാൻ മറന്നു. നമുക്ക് അവിടെ നമ്മളെ ന്യൂനോ മെൻഡസിന്റെ ഒക്കെ സൈഡിലായിട്ട് ഒരു പ്ലെയർ നമുക്ക് കാണാൻ പറ്റും. ബാസിലിയാനോ ഫെറേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പിന്നെ അസറുദ്ദീൻ ജയാർ, തുപ്പിനിക്കാടൻ ജയാർ പറഞ്ഞൊരു പ്ലെയർ അവിടെ നമ്മളെ ബ്രസീലിന്റെ ഫ്ലക്സിലും കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ചെക്കന്മാരെല്ലാവരും വൻ എക്സൈറ്റഡ് ആണ്. നമ്മുടെ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളെ ചെക്കന്മാർ വെച്ച ഫ്ലക്സ്. അമൽ കോളേജിന്റെ തൊട്ടുപുറത്താണ് ഫ്ലക്സ് വരുന്നത് കേട്ടോ. കോച്ചുമാരെ കാണാൻ പറ്റും. പോർച്ചുഗലിന്റെ കോച്ചിന്റെ പേരെന്താ? മാർട്ടിനസ്, റോബർട്ടോ മാർട്ടിനസ്. അതുപോലെ തന്നെ കാർലോ ആൻസലോട്ടി അതാ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേൾഡ് കപ്പ് ആശംസകൾ നേരുന്നു. ബസ്സിൽ ചെറിയ സങ്കടമുള്ള പോലെ. സങ്കടമൊന്നുമില്ല. ഫോർസാ പോർച്ചുഗൽ. എന്താ പറയാനുള്ളത്? ആ ഫ്ലെക്സ് ക്യാപ്ഷൻ ഒരു ഈഗോ കൊണ്ട മാതിരി അത് നമ്മള് കളിച്ച് കാണിച്ചു കൊടുക്കും ചെക്കന്മാര്. ഇപ്രാവശ്യത്തെ പോർച്ചുഗലിന്റെ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോളി, ക്രിസ്ത്യാനോ റൊണാൾഡോ പട്ട നയിക്കുന്ന, ഇപ്പൊ കൂടുതലായിട്ടൊന്നും പറയണില്ല, പട്ട നയിക്കുന്ന ഒരു കിഡില്ലം. അതായത് ഞങ്ങളുടെ സ്ക്വാഡിനെ കുറിച്ച് എനക്കെന്താ എക്സ്പെക്ട് ആയിട്ട് പറയല്ലേ? നല്ല സ്ക്വാഡാണ്. അത് ഗ്രൗണ്ടിൽ കണ്ടാൽ മതി. ഇപ്രാവശ്യം കാണും. ഏത് ടീമിനെ കിട്ടിയാലും അടിച്ചിടുന്നില്ല ലെവൽ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ചെക്കന്മാര് നിൽക്കുന്നത്. ബാക്കി വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി പറയും. അത്രേ ഉള്ളൂ. ചായ കുടിക്കാൻ പോവാ. അപ്പോൾ സുഹൃത്തുക്കളെ, ചായ കുടിച്ചാൽ അതെങ്കിലും കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. ഈ പ്ലേയേഴ്സിന്റെ ഒക്കെ ലുക്ക് മാറിക്കണല്ലോ ഇതിലാകെ. വളരെ സൗമ്യതയിലല്ലേ എഴുതിക്കണേ. വലിയ ഡയലോഗൊന്നും അടിക്കുന്നില്ല. കപ്പി വരല ഒരാൾക്ക് എടുക്കാൻ പറ്റട്ടെ, ഇൻഷാ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. ഫ്ലക്സ് അടിച്ചു കണ്ടിട്ടോ. എന്തായാലും ആർക്ക് കിട്ടുന്നുള്ള കണ്ടറിയാം. പക്ഷെ ഇവർ തമ്മിലുള്ള ഐക്യം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് യൂറോ കപ്പ് വരുമ്പം പോർച്ചുഗലിന് ഫുൾ സപ്പോർട്ടാവും ബ്രസീലുകാർ. അതേപോലെ കോപ്പ അമേരിക്ക വരുമ്പം ബ്രസീലിന് ഫുൾ സപ്പോർട്ടാവും പോർച്ചുഗലുകാർ. ഇവരൊരു ഐക്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് നിലനിർത്തി പോരുന്ന ഈ ഒരു ഐക്യത്തിന്റെ പുറത്താണ്. ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ ആണ് ഇവരുടെ വേൾഡ് കപ്പ് ജേണി. അപ്പം എന്തായാലും നമുക്ക് പോണ വഴിക്ക് ചായ കുടിച്ചിട്ട് ബാക്കി വരുന്ന വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗ് കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പം ഈ ചങ്ങായി കാറിൽ പോരല്ല, ബൈക്കിൽ മാത്രം വന്നുകൊണ്ടിരിക്കുക. എന്താ കായ് എന്താ കാട്ടണം? ചായപ്പീടിന്റെ അവിടെ വന്നിട്ട് എന്താ കാട്ടണം? ചായ കുടിച്ചാ? അപ്പം നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വിശേഷങ്ങളും കാണാം. ബാസിൽ നിന്ന് ബ്ലാസ്റ്റ് മൂവി കാണണമെന്ന് ബാസിൽ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ബ്ലാസ്റ്റ് മൂവി കാണാൻ വേണ്ടി ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ആൾ. ബൈ ബൈ.